നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ അവിൽ വെച്ചാണ് ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മട്ട അവിൽ എടുത്തിട്ടുണ്ട്. ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ളത് മട്ടവിലാണ്. കുട്ടികൾക്കാണെങ്കിലും നമുക്കാണെങ്കിലുമൊക്കെ കഴിക്കാൻ നല്ലത് മട്ടവിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ മട്ടവിൽ ഇതാ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 പഴമാണ്. ഞാനിവിടെ കിട്ടുന്ന റോബസ്റ്റ പഴമായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാ ചെറുപഴം ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിലേക്ക് 4 എടുക്കാം കേട്ടോ. അപ്പോൾ പഴത്തെ തൊലി കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കരുത്, നമ്മൾ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷറൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമുക്ക് പഴം ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന രീതിയിലാട്ടോ നമ്മളിതൊന്ന് ഉടച്ചെടുക്കേണ്ടത്. ഇനി ഈ പഴത്തിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ വലിയ ഉള്ളി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. വലിയ ഉള്ളി ആണെങ്കിൽ ചെറുതാക്കി അരിഞ്ഞിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക്, നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവർക്ക് ഇതിന് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ടായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് കൈ വെച്ചിട്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ ഉള്ളിയൊക്കെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞരടിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഈ ഒരു പഴത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഇതിലേക്ക് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ വേണ്ടാത്തവർക്ക് സാധാ ഫ്രഷ് മിൽക്ക് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1.5 കപ്പ് മട്ടവലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കുറച്ച് പാല് കുറവാണ് കേട്ടോ. കുറച്ചും കൂടി ലൂസായിട്ടാട്ടോ നമുക്കിത് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ രാവിലും പഴവും പാലൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ആപ്പിളിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മാങ്ങാക്കാലൊക്കെ ആയതുകൊണ്ട് ചക്ക, മാങ്ങ ഏത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. മക്കൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് വേണം. അപ്പോൾ ഞാനിതൊരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ടും മുന്തിരി റേസിൻസും കൂടെ നമുക്ക് ഈ അവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മളിതിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേനോ ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മളിതിൽ അവിലൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഈ ഒരു ഫ്രൂട്ട്സും നട്ട്സൊക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ അടിപൊളിയാണ് ഇത് കഴിക്കാൻ. നിങ്ങൾ അവിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ.